ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യയുടെ വിവിധ പ്രത്യേകതകളെക്കുറിച്ചാണ് പഠിച്ചു വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ പതാകയെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും പിന്നീട് നമ്മുടെ ദേശീയ മുദ്രയെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നമ്മുടെ ദേശീയ മൃഗത്തെക്കുറിച്ചാണ്, രണ്ടാമത് ദേശീയ പക്ഷിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് KS എക്സാമിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് വരുന്ന ഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. മറിച്ച് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ നമുക്കിത് ഈ നാലാമത്തേത് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ദേശീയ ചിഹ്നങ്ങൾ എന്നുള്ളതിൽ ദേശീയ മൃഗവും ദേശീയ പക്ഷിയും വരും. അപ്പൊ ഈ ഒരു ദേശീയ മൃഗത്തെയോ ദേശീയ പക്ഷിയെയോ സംബന്ധിച്ച് നമുക്ക് ആകെ അറിയുന്നുണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ദേശീയ മൃഗം, ഏതാണ് ദേശീയ പക്ഷി എന്നായിരിക്കും. പക്ഷെ അത്രമാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് PSC ഒരിക്കലും നേരിട്ട് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് കൂടി നമ്മൾ അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടി എടുത്തിട്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ വെച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ദേശീയ മൃഗത്തെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നാഷണൽ അനിമൽ. അപ്പോൾ നമ്മുടെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ അത് ബംഗാൾ ടൈഗർ ആണെന്നറിയാം, അതായത് കടുവയാണെന്ന് നമുക്കറിയാം. ബംഗാൾ ടൈഗർ അല്ലെങ്കിൽ ബംഗാൾ കടുവ അല്ലെങ്കിൽ കടുവ. അപ്പോൾ ടൈഗർ അല്ലെങ്കിൽ ടൈഗറിന്റെ ശാസ്ത്രീയ നാമമുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാ സസ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും എല്ലാം എന്തുണ്ട്, നമ്മളൊരു ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രീയ നാമം കൊടുത്ത് കാൾ ലിനേയസ് ആണ്. അപ്പൊ ഈ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ആ ഒരു മൃഗത്തിനെ തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ കടുവക്കുള്ള ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രീസ് എന്നാണ്. ഇത് ഓർത്തു വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം കടുവയുടെ ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടൈഗർ എന്നാണ്. അതിന്റെ ശാസ്ത്രീയ നാമത്തിൽ എന്തുണ്ട്, ടൈഗ്രീസ് എന്നുണ്ട്. അപ്പൊ പാന്തേറ ടൈഗ്രീസ്. അപ്പൊ പാന്തേറ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിൽ പൂച്ച മുതൽ എല്ലാവരും മാർജാര കുടുംബം എന്നാണ് വിളിക്കുന്നത്. പൂച്ച മുതൽ എല്ലാം മുകളിലോട്ട് വരും. അപ്പോൾ പാന്തേറ ടൈഗ്രീസ് എന്ന് ഓർത്ത് വെക്കണം. പേര് അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കില്ല. ടൈഗർ ടൈഗ്രീസ്. അപ്പോൾ കടുവ ടൈഗർ ആണ്, കടുവ ടൈഗർ. അപ്പോൾ പാന്തേറ ടൈഗ്രീസ്, ആ ഒരു ശാസ്ത്രീയ നാമം ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ടൈഗറിന്റെ വിങ് ആണ്, അല്ലെങ്കിൽ ഒരു റേസ് ആണ് ടൈഗർ. കടുവ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്, പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇന്ത്യയിൽ കാണുന്ന ടൈഗർ ആണ് റോയൽ ബംഗാൾ ടൈഗർ. ഈ ഒരു റോയൽ ബംഗാൾ ടൈഗർ അല്ലെങ്കിൽ ബംഗാൾ കടുവയെയാണ് നമ്മുടെ ദേശീയ മൃഗമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. എവിടെ ഒഴിച്ച് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ ഒഴിച്ച്, നമ്മുടെ രാജസ്ഥാൻ മുതലുള്ള അല്ലെങ്കിൽ ആ പഞ്ചാബ് ആ ഒരു ഭാഗത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഒരു റോയൽ ബംഗാൾ ടൈഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 1972 വരെ കടുവയായിരുന്നില്ല ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് ഓർത്തു വെക്കണം. അതുവരെ 1972 വരെ നമ്മുടെ ദേശീയ മൃഗം ആരായിരുന്നു? അത് ലയൺ ആയിരുന്നു, അല്ലെങ്കിൽ സിംഹമായിരുന്നു എന്ന് ഓർത്തു വെക്കണം. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഹമായിരുന്നു. 1972 നമ്മൾ കടുവയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, കാരണം റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞാൽ കടുവ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. അപ്പൊ ഈ ഒരു റോയൽ ബംഗാൾ ടൈഗറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, അതിന്റെ ആ ഒരു ധൈര്യവും കറേജും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദേശീയ മുദ്രയായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ 1972 നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അല്ലെങ്കിൽ റോയൽ ബംഗാൾ ടൈഗറിനെ തെരഞ്ഞെടുത്തതെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ കാര്യം ഞാൻ വേഗത്തിലൊന്ന് പറയാം. നമ്മുടെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ കടുവയാണ്. വെറും കടുവയല്ല, റോയൽ ബംഗാൾ ടൈഗർ അല്ലെങ്കിൽ ബംഗാൾ കടുവ. അപ്പൊ അതിന്റെ ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രീസ് എന്നാണ്. പാന്തേറ ടൈഗ്രീസ് എന്ന് പറഞ്ഞാൽ ടൈഗർ എന്നുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പാന്തേറ ടൈഗ്രീസ് ആണ്. അപ്പൊ അത് 1972 വരെ കടുവയായിരുന്നില്ല നമ്മുടെ ദേശീയ മൃഗം. അതുവരെ ആരായിരുന്നു? സിംഹമായിരുന്നു. അപ്പോൾ 72 നമ്മൾ കടുവയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് കടുവയെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ കടുവയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ കാറ്റ് ഫാമിലി, പൂച്ചയുടെ കുടുംബം എന്ന് പറയുന്നത് മാർജാര ഫാമിലി എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ മാർജാര കുടുംബം. പൂച്ച മുതൽ മുകളിലോട്ടുള്ള ജീവികളുണ്ട്. അപ്പൊ ഇതുവരെല്ലാം ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. അപ്പൊ ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ മൃഗം ആരാണ്? ഈ ഒരു കടുവയാണെന്ന് ഓർത്തു വെക്കണം. മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ മൃഗം ആരാണ്? കടുവയാണ്. അപ്പോ ടോട്ടല് കടുവക്ക് 8 തരത്തിലുള്ള കടുവകളുണ്ട്. അതിൽ ഒരു കടുവയാണ് എന്ത്? നമ്മുടെ ഈ ഒരു റോയൽ ബംഗാൾ ടൈഗർ എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് പഠിക്കേണ്ട, ഇന്ത്യയുടെ പുറത്തുള്ള മറ്റ് കടുവകളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത്
8 കടുവകളുണ്ട്, 8 റേസിലുള്ള കടുവകളുണ്ട്. അതിൽ ഒരു കടുവയാണ് നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റോയൽ ബംഗാൾ ടൈഗർ എവിടെയാണ് കാണുന്നതെന്ന് ഓർത്ത് വെക്കണം. അതെവിടെയാണ്? പേരിൽ ബംഗാൾ എന്നുണ്ട്, അപ്പോൾ ബംഗാളിലാണ്. ബംഗാളില് മാംഗ്രൂവ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ, മാംഗ്രൂവ് എന്ന് വെച്ചാൽ കണ്ടൽ കാടുകൾക്കിടയിലാണ് നമ്മൾ കടുവയെ കാണുന്നത്, റോയൽ ബംഗാൾ ടൈഗറിനെ കാണുന്നത്. അപ്പോൾ കടുവയുമായി ബന്ധപ്പെട്ട എക്കോസിസ്റ്റം, കടുവ ജീവിക്കുന്ന എക്കോസിസ്റ്റം അല്ലെങ്കിൽ ജീവിക്കുന്ന സാഹചര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാംഗ്രൂവ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ കണ്ടൽ കാടുകളുടെ ഇടയിലാണ് കാണുന്നതെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അതെവിടെയാണ്? ബംഗാളിലെ കണ്ടൽ കാടുകളിലാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ ബംഗാളിൽ നമുക്കറിയാം കണ്ടൽ കാടുകൾ കൂടുതലുള്ള സ്ഥലം സുന്ദർബൻ എന്ന് പറയുന്ന ഡെൽറ്റയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സുന്ദർബൻ ഡെൽറ്റയുടെ അടുത്തൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മാംഗ്രൂവ് എക്കോസിസ്റ്റം ആണെന്ന് ഓർത്തു വെക്കണം, കണ്ടൽ കാടുകൾ. അപ്പോൾ ഈ ഒരു കടുവയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, കടുവയുടെ പോപ്പുലേഷൻ, കടുവയുടെ എണ്ണം ഇന്ത്യയിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും കടുവയുടെ പോപ്പുലേഷൻ ഇത്രയും ഇന്ത്യയിൽ കുറയാൻ കാരണം? നമുക്കറിയാം കടുവയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കടുവത്തോല്, നമുക്കറിയാം കടുവയുടെ തോലിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ വീടുകളെയൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രാധാന്യമായിട്ട് കൽപ്പിക്കുന്നതാണ്. അപ്പോൾ കടുവയുടെ തോലിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതുകൊണ്ടും കടുവയുടെ നഖത്തിനൊക്കെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് എന്താ, ആൾക്കാർ കടുവയെ വേട്ടയാടാൻ വേണ്ടി തുടങ്ങി. കടുവയുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറയാൻ വേണ്ടി തുടങ്ങി, പോപ്പുലേഷൻ കുറയാൻ തുടങ്ങി. അപ്പൊ കടുവയെ സംരക്ഷിക്കണമല്ലോ. അപ്പൊ കടുവയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. എന്താണ്? കടുവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. നമ്മൾ പ്രൊജക്ട് ടൈഗർ എന്ന് കടുവയെ സംരക്ഷിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ ഓർമ്മ വരും. പക്ഷേ അത് കൊണ്ടുവന്ന വർഷം ഒന്ന് ഓർത്തേക്കണം, 1973. അപ്പോൾ കടുവയെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് തെരഞ്ഞെടുത്തതിന് തൊട്ടടുത്ത വർഷമാണ് ഈ ഒരു പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്, 1973. അപ്പൊ 1973 പ്രൊജക്ട് ടൈഗർ കൊണ്ടുവരുന്നത്. ആരാണ് കൊണ്ടുവരുന്നതെന്ന് കൂടി ഓർത്തു വെക്കണം. 1973 ആണെങ്കിൽ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ കടുവയുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ. ഏത് വർഷമാണ്? 1973. 72 കടുവയെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. തൊട്ടടുത്ത വർഷം 1973 കടുവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊജക്ട് ടൈഗർ കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത്. ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പ്രൊജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് ഇന്ദിരാഗാന്ധിയാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 27 ടൈഗർ റിസർവുകൾ സ്ഥാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ 27 ടൈഗർ റിസർവുകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ 27 ടൈഗർ റിസർവുകൾ ഉണ്ടെന്ന് ഓർത്തു വെക്കണം. കാരണം കടുവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്തെ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ, പ്രത്യേകം സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ ടൈഗർ റിസർവ് എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യയിൽ 27 ടൈഗർ റിസർവുകൾ ഉണ്ടെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇനി നമുക്കറിയാം ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തനായ ഒരു മൃഗമാണ്. അപ്പൊ ഇന്ത്യയുടെ മാത്രം ചിഹ്നമല്ല അല്ലെങ്കിൽ മൃഗമല്ല ആര്? കടുവ. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗവും ആരാണ്? കടുവ തന്നെയാണ്. സൗത്ത് കൊറിയയുടെ ദേശീയ മൃഗവും കടുവയാണ്. വിയറ്റ്നാമിന്റെ ദേശീയ മൃഗവും കടുവയാണ്. മലേഷ്യയുടെ ദേശീയ മൃഗവും കടുവയാണ്. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗവും കടുവ തന്നെയാണ്. സൗത്ത് കൊറിയ, പിന്നെ വിയറ്റ്നാം, മലേഷ്യ ഇവരുടെയൊക്കെ ദേശീയ മൃഗം കടുവ തന്നെയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശം അത് നാഗ്പൂർ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നാഗ്പൂരിനെയാണ് ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ഓർത്തു വെക്കുന്നത്. നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. ടൈഗർ നാഗ്പൂർ എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ രണ്ടിനും ഗർ ഉണ്ട്. അപ്പൊ ടൈഗർ നാഗ്പൂർ. അപ്പോൾ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഗ്പൂർ ആണെന്ന് ഓർത്തു വെക്കണം. അത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഓർത്തു വെക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിൽ 27 ടൈഗർ റിസർവുകൾ ഉണ്ടെന്ന്. അപ്പൊ അത് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 2 ടൈഗർ റിസർവുകൾ ഉണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കേരളത്തിൽ 2 ടൈഗർ റിസർവുകൾ ഉണ്ട്. ഒന്ന് പെരിയാർ ടൈഗർ റിസർവ് ആണ്, പെരിയാർ. അപ്പൊ പെരിയാർ എന്ന് പറഞ്ഞാൽ നദിയാണെന്ന് നമുക്കറിയാം. പെരിയാർ ടൈഗർ റിസർവ് ഉണ്ട്. അത് 2 ജില്ലകളിലായിട്ടുള്ളത്. ഒന്ന് ഇടുക്കിയാണ്, രണ്ടാമത്തേത് പത്തനംതിട്ടയാണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ പെരിയാർ ടൈഗർ റിസർവ് 2 ജില്ലയാണ്, ഇടുക്കിയും പത്തനംതിട്ടയും. രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്ന് വെച്ചാൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്. അത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് കേരളത്തിലെ 2 ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിൽ ടോട്ടൽ 27 ഉണ്ട്, കേരളത്തിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് പെരിയാർ ടൈഗർ റിസർവ് ആണ്, അത് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ്. രണ്ടാമത്തത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്, അത് പാലക്കാട് ജില്ലയിലാണെന്ന് ഓർത്തു വെക്കണം. പറമ്പിക്കുളം, പാലക്കാട്, പെരിയാർ, ഇടുക്കി, പത്തനംതിട്ട.
അപ്പോൾ ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇപ്പൊ ഈ ടൈഗറിനെ നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന്, നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ ആണ്. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ അല്ലെങ്കിൽ സീലില് കാണുന്ന മൃഗം എന്ന് പറഞ്ഞാൽ അത് ടൈഗർ ആണ്. പിറകിൽ ഒരു മരമുണ്ട്. മരം നമ്മുടെ ദേശീയ മരമല്ല, അത് പാം ട്രീ ആണ് അല്ലെങ്കിൽ പനയാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീലിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈഗർ ആണ്. നമ്മുടെ ദേശീയ മൃഗമായ ടൈഗർ തന്നെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഈ ഒരു ടൈഗറിനെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ നമ്മൾ ഈ ഒരു ടൈഗറിനെ കണ്ടതായിട്ട് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഞാനത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ ഉണ്ടായിരുന്ന മൃഗം ടൈഗർ ആയിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പോൾ ഓർത്തു വേണം, നമ്മുടെ നാഷണൽ അനിമലിന് എവിടെയാണുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീലിൽ ടൈഗർ ഉണ്ടെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദേശീയ മൃഗത്തിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ നമുക്ക് നോക്കാം ദേശീയ പക്ഷിയെ കുറിച്ച്. ദേശീയ പക്ഷി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത് മയിലാണ്. അപ്പൊ ഇന്ത്യൻ പീകോക്ക് അല്ലെങ്കിൽ നമ്മുടെ മയിലാണ്. അപ്പൊ മയിലിന്റെ പേര് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. പാവയാളാണ് ക്രിസ്റ്റാറ്റസ്. അപ്പോ മയിൽ എന്ന് വെച്ചാൽ പാവോ ക്രിസ്റ്റാറ്റസ് ആണെന്ന് ഓർത്തു വെക്കണം. അതാണ് നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഏകദേശം എത്ര പീലികൾ ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം 200ഓളം പീലികൾ നമുക്ക് മയിലിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ജസ്റ്റ് അതൊന്ന് നമ്പർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏകദേശം 200ഓളം പീലികൾ മയിലിൽ ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ നാഷണൽ ബേർഡായിട്ട് മയിലിനെ തിരഞ്ഞെടുത്ത 1963 ഓർത്തു വെക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ മയിലിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺമയിലിന് ഈ ഒരു പീലി എന്ന് പറയുന്നത് അത് പെൺമയിലിന് ഉണ്ടാവില്ല, ഇത് ആൺമയിലിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ പെൺമയിലിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺമയിലിനെക്കാട്ടി കുറച്ച് കുറവാണെന്ന് ഓർക്കണം. അപ്പൊ പെൺമയിലിന് ഈ ഒരു പീലി ഇല്ല, അതിന്റെ സൈസ് കുറച്ച് കുറവാണ്. ആൺമയിലിനാണ് വലിപ്പം കൂടുതലുള്ളത്, ആൺമയിലിനാണ് പീലി ഉള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നാഷണൽ ബേർഡിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം നാഷണൽ ബേർഡിനെ കുറിച്ച് നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നാഷണൽ ബേർഡ് ദേശീയ പക്ഷി എന്ന് പറയുന്നത് അത് മയിലാണെന്ന് ഓർത്ത് വെക്കണം. അതിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ആണെന്ന് ഓർത്ത് വെക്കണം. പാവോ ക്രിസ്റ്റാറ്റസ്. അപ്പോൾ അതിൽ ഏകദേശം 200 പീലികളുണ്ട്. ഇതിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് 1963 ഓർത്ത് വെക്കണം. ഇത് കൂടാതെ നമ്മുടെ ആൺമയിലിനാണ് പീലി ഉള്ളതെന്നും ആൺമയിലിനാണ് വലിപ്പ കൂടുതലെന്നും ഓർത്ത് വെക്കണം. പെൺമയിലിന് പീലികളില്ല, പെൺമയിലിന് കുറച്ച് വലിപ്പക്കുറവുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് നാഷണൽ അനിമലിനെ കുറിച്ചാണ്, നാഷണൽ ബേർഡിനെ കുറിച്ചാണ്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പോയിട്ടിരിക്കുന്നത്. കാരണം പോകാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഈ ഒരു ഡയറക്റ്റ് ചോദ്യം വളരെ അപൂർവമാണ്. മറിച്ച് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വേറെ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പൊ അത്തരത്തിൽ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ പരമാവധി ഗവൺമെന്റ് റിസോഴ്സസിൽ നിന്നെല്ലാം വരുന്ന തരത്തിൽ എല്ലാം കവർ ചെയ്തിട്ട് വെബ്സൈറ്റുകളെല്ലാം പരിശോധിച്ചിട്ട് ഈ ഒരു സ്ലൈഡുകൾ തയ്യാറാക്കിയുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കണം പരമാവധി നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ചോദ്യം ഈ ഒരു നാഷണൽ ബേർഡിനെ കുറിച്ചോ നാഷണൽ അനിമലിനെ കുറിച്ചോ. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നാഷണൽ അനിമലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ നാഷണൽ ബേർഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക, നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് പഠിക്കുക. കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.